മൃതദേഹങ്ങളുമായി മാത്രം കൂട്ടുകൂടുന്നൊരമ്മ. എറണാകുളം പള്ളിപ്പുറം മഞ്ഞുമാത പള്ളിയിൽ ബേബി അമ്മ കുഴിവെട്ടി തുടങ്ങിയിട്ട് വർഷം 50 കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവരുടെ മുഖമാണ് ബേബിക്ക് പരിചയം. മരണം കണ്ട് കണ്ട് മനസ്സുറച്ച സ്ത്രീ. എറണാകുളം പള്ളിപ്പുറം മഞ്ഞുമാത പള്ളിയിൽ ബേബി ശവക്കുഴി വെട്ടി തുടങ്ങിയിട്ട് വർഷം 50ആയി. വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ 14-ാം വയസ്സിൽ അമ്മയിൽ നിന്ന് സ്വീകരിച്ച കുലത്തൊഴിൽ. അമ്മയുടെ കൂടെ വന്നാണ് എടുക്കാൻ തുടങ്ങിയത്. പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? നാട്ടുകാരാണ് എല്ലാവരും. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണിത് ഈ കാണുന്നത്. ഞാൻ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ഇടയ്ക്ക് ഇങ്ങനെ ഇതുവഴിയൊക്കെ വന്ന് ഞാൻ ദിവസവും വരും ഇവിടെ. എല്ലായിടത്തും വന്നൊന്ന് കറങ്ങി എല്ലാവരെയും കണ്ടൊക്കെ പോകും. ഒരു തരം മണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ അതിലെൻ്റെ വേർപ്പുണ്ട്. കണ്ണീരൊന്നും വരില്ല എന്ത് കണ്ടാലും. ഇവിടെ വന്നു കിടന്ന് ഈ ആൾക്കാർ നല്ല വിളിക്കണേ കൂട്ടുവിളിക്കണൊക്കെ കാണുമ്പേ. ബേബി സ്വപ്നം കാണാറില്ല. പക്ഷേ നാട്ടിലെ കുട്ടികൾക്ക് പേടി സ്വപ്നമാണ് ബേബി ചേച്ചി. ചോറുണ്ടില്ലെങ്കിൽ ബേബിയെ വിളിക്കുമെന്ന് പറഞ്ഞ അമ്മമാർ കുഞ്ഞുങ്ങളെ ഊട്ടുന്നത് വരെ കണ്ടിട്ടുണ്ട്. ചേച്ചിനെ കാണുമ്പോൾ പേടിച്ച് നടക്കാറുണ്ട് ആരെങ്കിലും? പണ്ടൊക്കെ ഇല്ല. കൊച്ചുങ്ങളൊക്കെ ഓടിക്കളെ എല്ലാം വിഷമിപ്പിക്കുന്നതാണ്. എന്നാലും മനസ്സിന്ന് മായാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താ ചേച്ചി അത്? ഒരാള് ഇതുപോലെ തന്നെ തൂങ്ങിച്ചത്ത്. അയാളുടെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ്. 3 മക്കളും ഉണ്ട് അവർക്ക്. അവരെ വെച്ച് കഴിഞ്ഞ് ഇയാൾ ദിവസവും വന്നിട്ട് ഇങ്ങനെ കുരിമാന്തയും ആനി എന്ത് പണിയാണ് ചെയ്താൽ നീ എന്നെയും കൂടി കൊണ്ടുപോടി അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ പിണങ്ങി പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ആള് 3 ദിവസം കഴിയുമ്പോൾ ഇയാളും തൂങ്ങിച്ചത്ത്. പകലിനേക്കാൾ പാതിരാത്രിയാണ് ബേബിക്കിഷ്ടം. പ്രേതത്തെയും പിശാചിനെയുമല്ല, മനുഷ്യനെയാണ് പേടിക്കേണ്ടതെന്ന് ബേബി പറയുമ്പോൾ ഉള്ളുലയും. ഇവിടുന്ന് വാരി മാറ്റുന്നതും ചേച്ചി തന്നെയാണെന്നാണ് ഇപ്പൊ പള്ളിയിൽ നിന്ന് അതെ, അവിടെ കൊണ്ടുവരും. ചിലത് അഴുകാത്തുണ്ടാവും. അഴുകാത്ത മൃതദേഹം. പേടി തോന്നാറുണ്ടോ രാത്രി? അങ്ങനെ സ്വപ്നങ്ങളിലേക്ക് എന്തെങ്കിലും കടന്നു വരാറുണ്ടോ? ഇല്ല. മനുഷ്യനെ പേടിച്ചാൽ മതി സാറേ. ഇവരൊക്കെ എന്തിനാ പേടിക്കണേ? ദൂരയാത്ര പോയത് എവിടെയാ? ദൂരയാത്ര അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലേ മദ്രാസിൽ പോയിട്ടുണ്ട്. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? അന്ന് എനിക്ക് 7 വയസ്സുള്ളൂ. 7 വയസ്സിന് ശേഷം എവിടെയും പോയിട്ടില്ല. നമുക്ക് ദുബായിൽ പോയാലോ ചേച്ചി? ദുബായിൽ അവർക്ക് ഉണ്ടാകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ പോവാം. ദുബായിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടെ എന്താണ് പോയാൽ കാണാൻ ആഗ്രഹിക്കുന്നത് ചേച്ചി? അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടില്ല.